ഫെറാറി കാർ എന്നല്ലേ നിങ്ങളിപ്പോ മനസ്സിൽ വിചാരിച്ചേ? ആര് കണ്ടാലും എന്നെ നോക്കി പോന്നേ. അത്രയ്ക്ക് ഭംഗിയല്ലേ എന്നെ കാണാൻ. ഈ നോട്ടം ഇപ്പോ തുടങ്ങിയതല്ലാട്ടോ, പണ്ട് രാജാക്കന്മാരുടെ കാലത്തേ ഉള്ളതാ. പണ്ടെന്ന് പറഞ്ഞാ ഒരുപാട് പണ്ട്, കൃത്യമായി പറഞ്ഞ 1929 അന്നാണ് എന്റെ കഥ തുടങ്ങുന്നത്. ഇതേ രൂപത്തിൽ ഒരുപാട് ക്ലാസിക് കാറുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഞാനല്ല. ഞാൻ ഫിയറ്റ് 514 സ്പൈഡർ. ഈ ലോകത്തിൽ തന്നെ എന്നെ പോലെ 2 കാറുകളേ ഉള്ളൂ എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റോ? അപ്പൊ പിന്നെ എന്റെ പ്രായം കൂടി കേട്ടാലോ. 95 വയസ്സായി എനിക്ക്. ഇറ്റലിയിലായിരുന്നു ഞാൻ ജനിച്ചതെങ്കിലും ജീവിച്ചതൊക്കെയും ഉത്തർപ്രദേശിലെ ഒരു രാജകുടുംബത്തിനൊപ്പമായിരുന്നു. രാജവാഴ്ചയൊക്കെ അവസാനിച്ച കാലത്തും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കുന്ന കൂട്ടത്തിൽ എന്നെ വിറ്റു. അതോടെ എന്റെ ജീവിതം അവസാനിച്ചെന്നാ ഞാൻ കരുതിയത്. എന്നാൽ അവിടെ നിന്നായിരുന്നു ഈ പുതിയ ജീവിതം തുടങ്ങുന്നത്. യു.പിയിൽ നിന്നും പാലക്കാട് എത്തുമ്പോ എന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു മ്യൂസിയം ഒക്കെ ആയിരുന്നേ. എന്നാൽ ഞാൻ എത്തിയത് പാലക്കാട്ടെ RR വിന്റേജ് ഗരാഷിലേക്കായിരുന്നു. ഇവിടെ വന്നപ്പോ ഞാൻ മുഴുവനായിട്ട് മാറി. എന്നെ പഴയ ഷോറൂം കണ്ടീഷനിലേക്ക് ഇവര് മാറ്റിയെന്ന് വേണം പറയാൻ. ഈ ഗരാഷിന്റെ ഓണർ രാജേഷ് അമ്പാളാണ് എന്റെ ഈ മാറ്റത്തിന് കാരണം. ഫിയറ്റ് സ്പൈഡർ എന്ന് പറയും. വേൾഡിൽ തന്നെ വളരെ ലിമിറ്റഡ് വെഹിക്കിളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഒന്നും വേൾഡിൽ 2 വണ്ടിയാണ് ഞങ്ങളുടെ കിട്ടിയ റെക്കോർഡ്സിൽ. ഇത് നമ്മൾ വാങ്ങിച്ചത് വന്നിട്ട് യു.പിയിൽ ഒരു പ്രിൻസ്ലി ഫാമിലിയുടെ അവിടെ നിന്ന് കിട്ടിയത്. ഈ വണ്ടി വാങ്ങിക്കാൻ മുമ്പ് എനിക്കൊരു 40 ഈ ഒരു ഫാമിലിയിൽ നിന്ന് എനിക്കൊരു വാങ്ങിച്ചു. അതൊരു എന്താ ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു സിസ്റ്ററും ബ്രദറായിട്ടുള്ള ലീഗൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ത്രൂ നമ്മൾ ഈ ഫാമിലിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. ഈ കാറ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കാറ് അങ്ങനെ കരസ്ഥമാക്കിയ ലോക്ക്ഡൗൺ സമയത്ത്, ടോട്ടൽ ലോക്ക്ഡൗൺ ടൈമാണ് ഇത് കൊണ്ടുവന്നത്. എന്റെ നമ്പർ കണ്ടോ? USJ, പഴയ UP നമ്പറാ. ഇതൊന്നും അധികാരം കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. ഇപ്പോ എന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. അതാ ഇപ്പോഴും ഈ നമ്പർ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നേ. ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ ഈ വണ്ടി നമ്മളത് ബാംഗ്ലൂരിൽ വെച്ച് റീ രജിസ്റ്റർ ചെയ്തു. ഇതേ ഓൾഡ് നമ്പർ തന്നെയാണ് ബാംഗ്ലൂർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം വൈഫിൻ്റെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പേരിലാണ് നിൽക്കുന്നത് വണ്ടി. ഞാൻ ചെറുതും വലുതുമായ ഒരുപാട് കോമ്പറ്റീഷനുകളിലും റാലിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. 21 ഗൺ സല്യൂട്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ഇന്റർനാഷണൽ വിന്റേജ് കാർ റാലിയാ അത്. ഇത്തവണ അതിലും പങ്കെടുത്തുട്ടാ. ഇതാ എന്റെ ഗ്രില്ലിലെ ബാഡ്ജ് ശ്രദ്ധിച്ചില്ലേ? ബറോഡയിൽ വെച്ചായിരുന്നു റാലി. ഇതിൻ്റെ ഒറിജിനൽ കളർ വൈറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ വൈറ്റ് അപ്പിയറൻസ് നമുക്ക് കുറച്ച് മാറ്റം മറിച്ചിട്ട് റെഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. 21 ഗൺ സല്യൂട്ടിൽ സെലക്റ്റായി. അപ്പോൾ വൈറ്റിന് പ്രിഫറൻസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ റെഡ് പെയിൻ്റ് അടിച്ചിട്ടാണ് 21 ഗൺ സല്യൂട്ട് ഇൻ്റർനാഷണൽ ഷോന് കൊണ്ടുപോയിരുന്നു.